നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽമരത്തിൻ്റെ ചോട്ടിലാണ്. ഇത് എവിടെയെന്ന് വെച്ചാൽ കുഴുത്തറ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ്. നമ്മുടെ കുഴുത്തറ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഈ ആൽമരത്തിന് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചൊരു 100 മുകളിൽ വർഷം പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മരമാണ് കേട്ടോ ഈ ആൽമരം. ഇതിനെ തേരാൽ എന്നും വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഈ ആൽമരം ഒരുപാട് ഓക്സിജൻ നമുക്ക് തരും. ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ വന്നിരുന്നാലോ കിടന്നാലോ നമുക്കൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. കാരണം നല്ല ഓക്സിജൻ കിട്ടും. പിന്നെ അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ആൽമരത്തിൻ്റെ ഓരോ പാർട്സും ആയുർവേദത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇലയും ആയുർവേദത്തിൽ സ്കിന്നിനും ഡൈജഷനൊക്കെ അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികൾക്കും ഒരുപാട് ജീവികൾക്കും അഭയം കൊടുക്കുന്ന ഒരു മരമാണ് ഈ ആൽമരം. അപ്പോൾ ഇതുപോലത്തെ മരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. എന്തായാലും ഒരു 100 മുകളിൽ വർഷം പഴക്കമുണ്ട് ഈ മരം. അപ്പോൾ ഒരു അരമണിക്കൂർ ഈ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ആ ഒരു പോസിറ്റീവ്നെസ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വരും തലമുറയ്ക്ക് ഈ മരങ്ങളുടെ പ്രത്യേകതകളും മരങ്ങളുടെ ബെനിഫിറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരും അറിയണം എന്താണ് ഇതുപോലത്തെ മരങ്ങൾ നമ്മുടെ നാട്ടിൽ എന്താണ്, ഇതിൻ്റെ ഗുണം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഇതുപോലത്തെ മരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അത് നമ്മളെ കടമയാണ്.